നമ്മളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതികളിലൊന്ന് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രതിമാസ ധനസഹായമായിട്ട് 1000 രൂപ വീതം 12 മാസത്തേക്കാണ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് സഹായധനമായിട്ട് അക്കൗണ്ടിലേക്ക് തുക കയറുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ അപേക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. അതായത് അപേക്ഷകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം പേർക്കാണ് ആദ്യഘട്ടത്തിൽ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അത്രയും ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് അവസരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപേക്ഷ വയ്ക്കാൻ മറന്നുപോയവർ അല്ലെങ്കിൽ അർഹതയുള്ളവർ, ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തവർ എല്ലാവരും എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതായത് കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപ്പോൾ 5 ലക്ഷം എന്നുള്ളൊരു പരിധി ഉള്ളതുകൊണ്ട് APL-എന്നോ BPL-എന്നോ റേഷൻ കാർഡ് ഇവിടെ വ്യത്യാസമാകുന്നില്ല. അർഹതയുള്ള എല്ലാവർക്കും അപേക്ഷകൾ സമർപ്പിക്കാം. വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം അപേക്ഷകൾ പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പ്, അതോടൊപ്പം തന്നെ പ്രായം തെളിയിക്കുന്ന രേഖ കൃത്യമായിട്ട് ഹാജരാക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇനി സഹായം 2 രീതിയിലാണ് വിതരണം ചെയ്യുന്നത്. അതായത് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. അതിന് മുകളിലേക്ക് ഏത് യോഗ്യതയുമാകാം. ഇനി നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ, അതൊരു വിഭാഗം. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ. ഇങ്ങനെ 2 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ഇനി നൈപുണ്യ കോഴ്സുകൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് വിവിധ തരത്തിലുള്ള സ്കിൽ കോഴ്സുകൾ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളോ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ സ്വകാര്യ സ്ഥാപനങ്ങളോ ഏതെങ്കിലുമൊക്കെ അടിസ്ഥാന വിഷയത്തിൽ നൽകുന്ന പ്രത്യേക പരിശീലനം, അതായത് സ്കിൽ കോഴ്സുകൾക്കാണ് ഇവിടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സാക്ഷ്യപത്രമുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് സൈനും സീലും ചെയ്തൊക്കെ വാങ്ങേണ്ടതാണ്. ഇനി മറ്റൊരു വിഭാഗം ലഭിക്കുന്നത് മത്സര പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കായിട്ടാണ്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ജോലികൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നവർ, അതായത് മത്സര പരീക്ഷകൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കണം. അതുമാത്രമല്ല, ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി. RRB അല്ലെങ്കിൽ ബാങ്ക് മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ UPSC, കേരള PSC, അങ്ങനെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആനുകൂല്യം ലഭ്യമാണ്. ഇനി അതോടൊപ്പം തന്നെ കരനാവിക വ്യോമസേനകളിലെ റിക്രൂട്ട്മെൻറ്റിന് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷകൾ വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ, അതായത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൻ്റെ തെളിവുകളെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യണം. ഓരോ രേഖയും കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ സൈസിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. രേഖകളിൽ പൊരുത്തക്കേടുകളുണ്ട് എങ്കിൽ അപേക്ഷകൾ റിജക്റ്റ് ആവും. പരമാവധി എല്ലാ അർഹതയുള്ളവർക്കും ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ നിർദ്ദേശം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രേഖകളിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരുടെ വരെ കൃത്യമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രൂവൽ നടത്തിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് പിശകുകൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ അപൂർണമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമാണ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എത്രയും വേഗം ആപ്ലിക്കേഷൻ വെക്കുന്നതിന് വേണ്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അപേക്ഷ വെച്ചവർക്ക് ആദ്യ ഗഡുവിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 2ാം ഗഡുവൊക്കെ മാർച്ച് മാസത്തിലേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം എല്ലാ അപേക്ഷ വെച്ച ഗുണഭോക്താക്കൾക്കും ആദ്യ ഗഡു വിതരണം ചെയ്യുന്നതിനാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്നത്. ആദ്യ ഗഡു അക്കൗണ്ടിൽ എത്തിയ ശേഷമായിരിക്കും അടുത്ത ഗഡുവിൻ്റെ വിതരണം നടക്കുക. ആദ്യഘട്ടത്തിൽ 10,000-ന് അടുത്ത് ഗുണഭോക്താക്കൾക്കാണ് വിതരണം നടത്തിയത്. അതിനുശേഷവും അപേക്ഷ വെച്ചവരുടെ എല്ലാം അപ്രൂവലായി അവർക്ക് കൂടി ആദ്യ ഗഡു വിതരണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തോടെ ആയിരിക്കും നമുക്ക് 2ാം ഗഡുവായിട്ടുള്ള 1000 രൂപയുടെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കമാവുക. അതിനുശേഷം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമുക്ക് 12 മാസത്തെ ഗഡുക്കൾ അക്കൗണ്ടിലേക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ആ തുക കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന്, അതായത് 12 മാസത്തെ ഗഡുക്കളും ക്രെഡിറ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരുടെയും ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.